നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ബുഗാട്ടി കാർ ആ സാമിയുടെ നിന്ന് കിട്ടിയ പോലെ നമ്മുടെ ഒരു കൂട്ടുകാരന് ഫ്രീ ആയിട്ട് 2 കാറുകൾ കിട്ടിയിരിക്കുകയാണ് ഈ വട്ടം. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് സാമിയുടെ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കാറുകൾ കിട്ടിയെന്ന്. അപ്പോൾ ലിങ്ക് കാണൊക്കെ നമ്മൾ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരൻ സൈമന്റെ വീട്ടിലാണ്. ഇവിടെ നോക്കാൻ നേരത്തെ 2 കിള്ളം പോലത്തെ സൂപ്പർ കാറുകളൊക്കെ കിടക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഒരു ഗോൾഡൻ കാറും അതുപോലെ തന്നെ ലംബോർഗിനി പോലത്തെ കാറുമാണ് കിടക്കുന്നത്. എടാ സൈമൻ, നീ എങ്ങനെ ഈ കാർ മേടിച്ചേ? നീ എങ്ങനെ ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടിയെന്നല്ലേ പറഞ്ഞേ? ടൗണിലാണെങ്കിലേ ഒരു റേസിംഗ് കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പങ്കെടുത്ത് ഫസ്റ്റ് അടിച്ചു. അപ്പൊ അതിന്റെ പ്രൈസ് ആയിട്ട് കിട്ടിയ കാറായി 2 എണ്ണവും. ഈ ഗോൾഡൻ കാറിന് ഏകദേശം 40 ലക്ഷം രൂപയാണ് വില വരുന്നത്. പിന്നെ ആ ലംബോർഗിനി പോലെ ഇരിക്കുന്ന കാറിന് ഏകദേശം 30 ലക്ഷം രൂപയും. രണ്ടും കൂടെ ഏകദേശം 70 ലക്ഷം രൂപയുടെ മുതലുണ്ട്. റേസിംഗ് കോമ്പറ്റീഷനോ നമ്മുടെ ടൗണിലോ? ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോഴായിരുന്നു? അയ്യോ, അറിയാതെ പോയി. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തേനെ. വെറുതെ 2 കാറ് മിസ്സായിപ്പോയി. ഞാനും ഒരു പുതിയ കാർ എടുക്കണമെന്ന പ്ലാനില്ല. എന്തായാലും ഞാൻ ഈ കാറിന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം. ആടാ ശരി, എന്നാ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഗോൾഡൻ കാറിങ്ങളൊക്കെ ഓടിക്കാനായിട്ട് പോവാണ്. ഇത് എവിടെയും തട്ടിക്കഴിഞ്ഞ പിന്നെ വിഷയമാണ്. ഇത് നന്നാക്കാൻ തന്നെ വേണം ഇതിന് പകുതി പൈസ. ഈ കാറിന് മുടക്കിയ പകുതി പൈസ തന്നെ ഇതിന്റെ റിപ്പയറിങ്ങിന് പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇപ്പൊ റോഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നല്ല സ്പീഡ് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കാം. എന്റെ മോനെ ഗൈസ്, നല്ല സ്പീഡായിട്ട് വണ്ടികളൊക്കെ കയറുന്നുണ്ട്. അപ്പൊ എന്തായാലും MVD പിടിക്കാതെ വേണം നമുക്ക് പോകാനായിട്ട്. കാര്യം വണ്ടിക്കകത്ത് അത്യാവശ്യം മോഡിഫിക്കേഷനുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിങ്ങളൊക്കെ പോയി നോക്കാം. എന്റെ മോനെ ഗൈസ്, നല്ല സ്പീഡിൽ തന്നെ വണ്ടികൾ കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോപ്പ് അടുത്തുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി നോക്കാം. അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ അവന് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറ്റി നല്ല ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനൊരു കാർ ഷോപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവൻ്റെ ഷോപ്പിലിങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കാറും കിടക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും അവൻ കാണത്തില്ല ഇവിടെ. കാര്യം എന്ന് പറയുന്നത് അവൻ്റെ കാർ മാത്രം ഇവിടെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് അവൻ എവിടെയെങ്കിലും പോയി കാണും. എന്തായാലും നമുക്ക് വേറൊരു ദിവസം വരാം. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് ഇപ്പോൾ സൈമന്റെ വീട്ടിലോട്ട് തന്നെ. അപ്പോൾ വണ്ടിയുടെ ആഘോഷം നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ആഘോഷം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അവൻ. അപ്പോൾ എന്തായാലും നല്ല പ്രീമിയം ലുക്കിങ്ങളൊക്കെയാണ് വണ്ടിയുടെ ആഘോഷത്തിൽ നോക്കാൻ നേരത്തും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നേരെ പോകാനായിട്ട് പോകുന്നത് സൈമന്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ നല്ല സ്പീഡിങ്ങളൊക്കെയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും AI ക്യാമറയൊക്കെ ഇല്ലാത്ത ഭാഗ്യം, അല്ലെങ്കിൽ നമ്മുടെ AI ക്യാമറയൊക്കെ പെറ്റിയടിച്ചേനെ. ഈ ഭാഗത്തായിട്ട് അത് AI ക്യാമറയൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്പീഡിലോട്ട് തന്നെ പോകുന്നത്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ വണ്ടിയുടെ വലത്തെ ബമ്പറിന്റെ അവിടെ ഒരു എന്താണ് ചെറിയൊരു ചളുക്കം പോലെ ഉണ്ട്. അത് അവനോടൊന്ന് പറയണം, അല്ലെങ്കിൽ അവൻ വിചാരിക്കും നമ്മളോട് ഇടിപ്പിച്ചതാണെന്ന്. അപ്പോൾ എന്തായാലും ആ കാര്യം ജസ്റ്റ് അവനോട് പറഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വീട്ടിലിങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എടാ വണ്ടികളൊക്കെ എങ്ങനെയുണ്ട്? നൈസല്ലേ ഓടിക്കാൻ? ആ വണ്ടികളൊക്കെ നൈസൊക്കെ തന്നെ ഓടിക്കാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, MVD പിടിക്കാൻ നോക്കണം. അത്യാവശ്യം മോഡിഫിക്കേഷൻ ഉള്ള വണ്ടി ആയതുകൊണ്ട് MVD എപ്പോൾ വേണമെങ്കിലും പിടിക്കാം. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വലത്തെ ബമ്പറിന്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് പോലെ കാണുന്നുണ്ട്. അത് ഞാൻ ഇടിപ്പിച്ചല്ല കേട്ടോ, അത് നേരത്തെ ഉണ്ടായിരുന്നയാ. ഞാൻ പോയപ്പോഴേ കണ്ടതാ, പക്ഷെ ഞാൻ പറയാൻ മറന്നുപോയി. ആടാ അതൊന്നും കുഴപ്പമില്ല, അത് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നയാ. ഞാൻ വണ്ടി കൊണ്ടുവന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മതിലേ കൊണ്ട് ഇടിപ്പിച്ചയാ. അത് അങ്ങനെ പറ്റിപ്പോയതായിരിക്കും. അപ്പം നീ എന്തായാലും ഏതെങ്കിലും റേസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ ഒരു പുതിയ ഒരെണ്ണം നടക്കുന്നുണ്ട്. റേസിംഗ് കോമ്പറ്റീഷനോ? കേട്ടിട്ട് തന്നെ കാലങ്ങളായി. എന്തായാലും എനിക്ക് പങ്കെടുക്കാൻ നല്ല രീതിക്ക് തന്നെ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് നീ ഈ കാർ എടുത്തപ്പം. എന്തായാലും റേസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്താൽ ഇതുപോലത്തെ സൂപ്പർ കാറൊക്കെ അല്ലേ സമ്മാനമായിട്ട് കിട്ടുന്നത്. എന്തായാലും ഞാൻ പങ്കെടുക്കും. നീ എവിടാന്നൊക്കെ പറ. ഈ വട്ടം നടക്കാനായിട്ട് പോകുന്ന സിറ്റിയിലായിട്ടൊന്നും അല്ല, നമ്മുടെ സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഒരു പെട്രോൾ പമ്പ് ഇല്ലേ, ആ പെട്രോൾ പമ്പുകാർ സ്പോൺസർ ചെയ്യുന്ന ഒരിതാ. അപ്പോൾ എന്തായാലും നടക്കാൻ പോകുന്ന ഡേറ്റിങ്ങുകളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നീ അവിടെ ചെന്ന് ചോദിച്ചാലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഇതെൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ ഞാൻ ഇത് അറിഞ്ഞത്. എന്തായാലും ഈ വട്ടം ഞാൻ പങ്കെടുക്കുന്നില്ല. എന്തായാലും നീ എങ്കിലും പങ്കെടുത്ത് വിജയിക്കാൻ. ഞാൻ എന്തായാലും ഉറപ്പായിട്ടും പോകും. കാര്യം എന്തായാലും എനിക്കൊരു കാറിൻ്റെ അത്യാവശ്യമുണ്ട്. കാര്യം എൻ്റെ മറ്റേ കാറിനാണെങ്കിൽ ടെസ്റ്റ് അടുത്ത വർഷം. അതിനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ശരി, എന്നാ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അപ്പം ഈ നമ്മുടെ സൈമൻ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള പെട്രോൾ പമ്പിലാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വട്ടത്തെ റേസിംഗ് കോമ്പറ്റീഷനിൽ ഉറപ്പായിട്ടും പങ്കെടുക്കണം. കാര്യം നമ്മുടെ ഈ വണ്ടികളൊക്കെ മാറ്റാനുള്ള സമയം എന്നേ കഴിഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ വണ്ടികളൊക്കെ മാറ്റാതിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ഷിൻചാനും മിഞ്ചാനും കാണാനായിട്ട് വീട്ടിലോട്ടാണ്. അപ്പോൾ എന്തായാലും അവന്മാർ നമ്മൾ നോക്കിയിരിക്കുമായിരിക്കും സ്കൂളിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് തന്നെ നമ്മൾ സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ആ ഒരു പെട്രോൾ പമ്പിലോട്ട് പോകുന്നതായിരിക്കും. കാര്യം നമുക്ക് റേസിംഗ് കോമ്പറ്റീഷനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിഞ്ചാനോടും മിഞ്ചാനോടും പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ ഭയങ്കര എക്സൈറ്റഡ് തന്നെ ഇരിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാറും കൊണ്ടായിരിക്കും മിക്കവാറും നമ്മുടെ റേസിന് പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം നമ്മൾ ജയിക്കോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ വീടുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിഞ്ചാനും മിഞ്ചാനും നമ്മളെ നോക്കി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും അവന്മാരോട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയണം. ഫ്രാങ്കിലും അമ്മ സൈമൺ എന്തോ പറഞ്ഞേ, നമുക്കും കിട്ടുമോ കാർ എങ്ങനെ ഫ്രീ ആയിട്ട്? സൈമൺ എങ്ങനെ കാർ എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയത്?
എടാ സിറ്റിയിലെങ്ങാണ്ട് പുതിയ റേസിംഗ് കോമ്പറ്റീഷൻ നടന്നായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവൻ പങ്കെടുത്തു. അപ്പൊ അതിൽ അവൻ ജയിച്ചപ്പോ അവന് കിട്ടി 2 കാർ. അയ്യോ, ആ കാര്യം സൈമൺ നമ്മളോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ നമുക്കും പങ്കെടുക്കായിരുന്നല്ലോ. ആളാ അത് ശരിയാ. പക്ഷെ ഇപ്പം പുതിയൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു റേസിംഗ് കോമ്പറ്റീഷൻ. അത് ജയിക്കുവാണെങ്കിൽ നമുക്കൊരു ഗോൾഡൻ കാർ ആയിട്ടാണ് പോകുന്നത്. ഗോൾഡൻ കാറോ? അതെവിടെ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്? അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പെട്രോൾ പമ്പിലാണ് നടക്കുന്നതെന്ന് അവൻ പറഞ്ഞത്. എന്തായാലും ഞാൻ ഇപ്പം പോയി നോക്കാനായിട്ട് പോവാ. എന്നിട്ട് ഇന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം. ശരി ഫ്രാങ്ക്ലിൻ മാമ, പോയിട്ട് വാ. പോയിട്ട് വരാൻ നേരത്ത് എന്തെങ്കിലും മേടിച്ചോണ്ട് വരണം. ആടാ ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ പോകാനായിട്ട് പോവാണ്. അപ്പൊ നമ്മളെ സിറ്റിയിൽ നിന്ന് ഏകദേശം 10-25 കിലോമീറ്റർ മാറിയിട്ടാണ് ആ പെട്രോൾ പമ്പ് കാണൊക്കെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ചിഞ്ചാനോടും പിഞ്ചാനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് നേരെ ആ പെട്രോൾ പമ്പിലോട്ടാണ്. അപ്പൊ എന്തായാലും ഗൈസ് ഏകദേശം ഒരു 2 മണിക്കൂറത്തെ യാത്ര എങ്ങാണ്ടാണ് അങ്ങോട്ടേക്ക് ഉള്ളത്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് വഴിയെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഈ റേസിംഗിന് 3 പ്രൈസാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ കാർ ആണ്. അതിന് ഏകദേശം 45 ലക്ഷം രൂപയാണ് വരുന്നത്. നമുക്ക് രണ്ടാമതായിട്ട് കിട്ടാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് ഒരു ലംബോർഗിനിയുടെ കാറാണ്. അതിന് ഏകദേശം 40 ലക്ഷം രൂപയുള്ളൂ. തേർഡ് പ്രൈസ് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത് ഒരു നിഞ്ചയുടെ ബൈക്കാണ്. ആ ബൈക്ക് കിട്ടിയാലും വിശപ്പിക്കേണ്ടതായിട്ടില്ല. അപ്പം തേർഡ് പ്രൈസ് കിട്ടിയാലും നമുക്കൊരു നിഞ്ചയുടെ ബൈക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ 3 പ്രൈസാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ പ്രോത്സാഹന സമ്മാനം എന്ന് പറഞ്ഞിട്ട് വേറെയും ചില പ്രൈസിങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം. എൻ്റെ മോനെ കേസ് അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് കണക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ കേസ് എന്നെ വലിയ പെട്രോൾ പമ്പാണെന്ന് നോക്കിയേ, ചുമ്മാതല്ല അവർ ഇതുപോലത്തെ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അവിടെ കുറേ ചേട്ടന്മാരും കാണൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാം തടിമാടന്മാരാണ്. അപ്പൊ എന്റെ മോനെ ഗൈസ് ഈ ഗോൾഡൻ കാറാണോ സമ്മാനമായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്? അപ്പോൾ എന്തായാലും ഗൈസ് 10-45 ലക്ഷം രൂപയുടെ കാറാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. എൻ്റെ മോനെ ഗോൾഡ് പൂശിയ കാറാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതെന്ന് പറയുന്നത്. എൻ്റെ മോനെ ജയിക്കുന്ന ആൾക്ക് കിട്ടാനായിട്ട് പോകുന്നതെന്ന് പറയുന്ന കാറാണ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസിന്. അപ്പോൾ എന്തായാലും ഗൈസ് കിഡിലായിട്ടുള്ള കാർ തന്നെയാണ്. ഈ വട്ടം ഒരു സമ്മാനമൊക്കെ മാറ്റി പിടിച്ചെന്ന് തോന്നുന്നു. അങ്ങേ അറ്റത്താണെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ കിട്ടിയ പോലത്തെ ലംബോർഗിനിയും കിടക്കുന്നുണ്ട്. എൻ്റെ മോനെ ഗൈസ് ഈ നീല കളർ കാർ കണ്ടോ? എൻ്റെ മോന് ഇതിൻ്റെ കളർ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ കാർ കിട്ടിയാലും അടിപൊളിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു തേർഡ് പ്രൈസ് ആണ് ഈ കാറിന്. അപ്പോൾ എന്തായാലും ഈ വർഷം അപ്പൊ നിഞ്ചയുടെ ഇത് കാണത്തില്ല, നിഞ്ചയുടെ ബൈക്കിംഗ് കാണലൊക്കെ. ഈ ചെറുക്കൻ കുറെ ആയാലും ഇവിടെ നിൽക്കുന്നു. ഇവന് വേറെ പണിയൊന്നും ഇല്ലേ? എടാ ചെറുക്ക, നീ എന്നെ കുറെ നേരമായാലും ഇവിടെ നിൽക്കുന്നു. ഈ കാർ വല്ല മോഷ്ടിച്ചോണ്ട് പോകാൻ വല്ല പ്ലാനിങ് മോഷ്ടിക്കാനോ? ഞാനോ? ചേട്ടാ, ഞാൻ ഇവിടെ റേസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നയാ. എനിക്ക് റേസിൽ പങ്കെടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഒന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാറ് കിടക്കുന്ന കണ്ടു. അപ്പം നോക്കിയതാ. എന്തേ കാർ നോക്കിക്കൂടാന്നുണ്ടോ? ഏയ് അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഇത്ര വിലവലിപ്പുള്ള കാറായോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ സെക്യൂരിറ്റിൻ്റെ ഭാഗമായിരിക്കും അല്ലേ? അതും ഇത്ര 45 ലക്ഷം രൂപയുടെ കാറല്ലേ കിടക്കുന്നത്. ആ ചേട്ടാ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചേട്ടാ? ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് പങ്കെടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാനാണെങ്കിൽ ഇതിനു വേണ്ടി നോക്കി നടക്കുമോ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കാർ കിട്ടാനായിട്ട്. അപ്പോൾ ഇത് പങ്കെടുക്കുവാണെങ്കിൽ എനിക്ക് ഒരു ഗോൾഡൻ കാർ കിട്ടുമല്ലോ. അപ്പം കേസ് നമ്മളങ്ങനെ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റേസിംഗ് ആളൊക്കെ നടക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ വണ്ടി ചെറുതായിട്ട് മോഡിഫിക്കേഷനുകളൊക്കെ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ റേസിംഗ് ആളൊക്കെ നാളെയാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഈ 3 കാറുമാണ് പ്രൈസായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ വണ്ടിക്ക് ചെറിയ പരിപാടികളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലത്തേക്കാണ് നമുക്ക് വണ്ടികളൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ കൂട്ടുകാരങ്ങളൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വന്നേക്കാനെന്ന്. അപ്പോൾ എന്തായാലും കേസ് അവനുണ്ടെങ്കിൽ മാത്രമേ അത്രയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നമുക്ക് വെളിയൊരു വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ കൂടി വന്ന് എന്തായാലും ഒരാഴ്ചയെങ്കിലും നമുക്ക് സമയങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ വർക്ക്ഷോപ്പിൽ ഇങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനുങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അളിയ, ഞാൻ പറഞ്ഞെല്ലാം ഓർക്കുന്നുണ്ടല്ലോ, വണ്ടി കാണുക നല്ല സെറ്റ് ആയിരിക്കണം. അത്യാവശ്യം നല്ല സ്പീഡും കാണുക വേണം. വണ്ടിക്കകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തേക്കണം. ഓക്കെ അളി, എല്ലാം സെറ്റ്. നീ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും സ്പീഡും കാണൊക്കെ കൂട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തായാലും നീ നാളെ രാവിലെ വണ്ടി വന്ന് നോക്കാൻ നേരത്ത് നീ എന്തായാലും ഞെട്ടുന്നതായിരിക്കും. അപ്പോൾ ശരിയുടെ എന്നാൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നാൽ ശരി എന്നാ. അപ്പോൾ കേസ് അവനോട് യാത്രകളൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഷോപ്പിൽ നിങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലത്തേക്ക് ഇനി ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ എന്തായാലും അവിടെ കിടന്ന ഒരു സ്പെയർ കാറിങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ റേസിങ്ങളൊക്കെ ജയിക്കുമോ, നാളെ എന്തായിരിക്കും കാറിൻ്റെ പരുവം, കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡുകളൊക്കെ കണ്ടാൽ മാത്രം മതി. അപ്പോൾ അടുത്ത വീഡിയോകളൊക്കെ ഉടനെ തന്നെ അപ്ലോഡിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോകളൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ഒരു ബെൽമണി ഓൺ ആക്കി വെച്ചേക്ക്. കൂടെ ഈ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടെ ചെയ്താൽ നമ്മുടെ അടുത്ത വീഡിയോകളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കേസ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ് ആൻഡ് ലവ് യു ഓൾ.